സ്റ്റാർലൈനർ ക്രൂ മൊഡ്യൂൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തു. ഇന്ത്യൻ സമയം 11:07 ഡോക്ക് ചെയ്തത്. 27 മണിക്കൂർ തുടർച്ചയായി യാത്ര ചെയ്താണ് സ്റ്റാർലൈനർ ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബസ് വിൽമോറുമാണ് സ്റ്റാർലൈനർ യാത്രികർ. 27 മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ സ്റ്റാർലൈനർ സ്വപ്നത്തിന് സാക്ഷാത്കാരമായി. ഇന്ത്യൻ സമയം രാത്രി 11:08 ഡോക്കിംഗ് പൂർത്തിയായത്. ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ മോഡ്യൂൾ സ്വയം പ്രവർത്തിച്ചാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ഡോക്കിംഗ് പോയിന്റിന് അനുബന്ധമായി തുറക്കുന്ന വാതിൽ വഴി സുനിത വില്യംസും ബച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കും. നേരത്തെ ഇന്ത്യൻ സമയം വൈകിട്ട് 9:45 പൂർത്തിയാകേണ്ട ഡോക്കിംഗ് വൈകുകയായിരുന്നു. സമാന്തരമായി സഞ്ചരിച്ച് ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നതിനുള്ള ത്രസ്റ്ററുകളിൽ 5 പ്രവർത്തനരഹിതമായതാണ് പ്രതിസന്ധിയുണ്ടാകാൻ കാരണം. പ്രവർത്തനരഹിതമായ 5 ത്രസ്റ്ററുകളിൽ 4 കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാനായത് നേട്ടമായി. തുടർന്ന് ഡോക്കിംഗ് യാഥാർത്ഥ്യമാവുകയായിരുന്നു. 8 ദിവസത്തോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ചതിന് ശേഷം യാത്രികർ ഭൂമിയിൽ തിരിച്ചെത്തും. ബഹിരാകാശ നിലയത്തിൽ നിന്ന് കുട്ടികളുമായുള്ള സംവാദം ഉൾപ്പെടെ സുനിത വില്യംസിന് പദ്ധതികളുണ്ട്. നിരവധി തവണ മാറ്റിവെച്ച ദൗത്യം വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നാസ ശാസ്ത്രജ്ഞരും. സയൻസ് ഡെസ്ക്, ജനം.